എന്നിപ്പോൾ ഞാൻ നെട്ടയത്താണുള്ളത്. ഇത് ശരിക്കും ഇന്നത്തെ വീഡിയോ തന്നെ കേട്ടോ. ഇന്നത്തെ സാറ്റർഡേ വീഡിയോ. രാത്രി ഞാൻ റീൽസ് എന്ന് നമ്മൾ 8 മണിക്കല്ലേ ഇടുന്നത്. ഇന്നിപ്പോൾ 8 മണിക്ക് ഇടാനുള്ള റീൽസ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി രാവിലെ കുറച്ച് ഷോർട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ എഡിറ്റ് ചെയ്ത് ഇന്നത്തെ റീൽസായിട്ട് അങ്ങ് ഇട്ടേക്കാമെന്ന് കരുതി കേട്ടോ. ഇന്നലെ കണ്ടല്ലോ നിങ്ങൾ ചിക്കൻ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ കറി വെക്കാൻ പറഞ്ഞപ്പോൾ വയ്ക്കുന്നില്ല. നമ്മൾ പിസ്സയും KFC ഒക്കെ വാങ്ങിച്ചതുകൊണ്ട് വയ്ക്കണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ശരി, വേണ്ട വയ്ക്കണ്ട. വിഷമമുണ്ടായിരുന്നു. കാരണം ആ ചിക്കൻ വാങ്ങിച്ച് അപ്പോഴും ചൂടോടെ വെച്ച് കഴിക്കുന്നതിൻ്റെ രുചി പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ കിട്ടത്തില്ല. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ മറ്റേ പിസ്സയും KFC ഒക്കെ കഴിക്കുകയല്ലേ. പുറത്ത് അമ്മ ഭയങ്കര ബഹളം. നമ്മുടെ ശരവണം ഇവിടെ വന്ന് കിടന്നിട്ട് പോകുന്നില്ല കേട്ടോ. ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ വഴി ആൾക്കാർ പോകുമ്പോൾ അവരെയൊക്കെ ഓടിച്ചിട്ട് കടിക്കാൻ പോകുന്നു, വണ്ടിയിൽ പോകുമ്പോൾ ഓടിച്ച് താഴെ തള്ളിയിടാൻ നോക്കുന്നു. അങ്ങനെ ഭയങ്കര ശല്യം കേട്ടോ. അങ്ങനെ അമ്മ ഇവിടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ പോകുന്നാക്കുന്ന ശബ്ദമാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടത്. ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വന്നത്? പിസ്സയും KFC ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്നലെ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ രാവിലെ പുട്ടും ചിക്കൻ കറിയും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ വച്ചില്ല. പുട്ടും ചിക്കൻ കറിയും ബ്രേക്ക്ഫാസ്റ്റായിട്ടില്ല. അങ്ങനെ എനിക്ക് നല്ല ദേഷ്യം വന്ന് വിഷമം കൊണ്ട് ഞാനൊന്നും കഴിക്കാണ്ട് അങ്ങനെ ഇരുന്നു. ഞാനിരിക്കുന്ന വിഷമം കൊണ്ടായിട്ടാവാം അമ്മ ചെന്ന് പിന്നെ ചിക്കൻ കറിയും പുട്ടും ഒക്കെ വെച്ചു. എന്തായാലും ഒന്ന് ചിക്കൻ കറി വയ്ക്കും. അപ്പോൾ പിന്നെ നേരത്തെ വയ്ക്കാമെന്ന് കരുതിയിട്ടുണ്ടാവും. അതാകുമ്പോൾ പിന്നീട് ജോലി കുറച്ച് ഭാരം കുറഞ്ഞിരിക്കുമല്ലോ. കുറേ കിടന്ന് അലച്ചുകൊണ്ടൊക്കെയാണ് ചിക്കനും പുട്ടുമൊക്കെ വേവിച്ച് തന്നത് കേട്ടോ. ചിക്കൻ കറി വെച്ചു. അത് കഴിഞ്ഞ് പുട്ട് വേവിക്കാൻ ഞാനിങ്ങനെ പോകാനൊക്കെ ആയിട്ട് പുട്ട് വേണോ ദോശ രാവിലെ തിരിക്കണം അതങ്ങനെ ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ അപ്പോഴേക്കും അമ്മ ഒരു ചെരുപ്പ് ഓർഡർ ചെയ്തിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിന് റിട്ടേൺ കൊടുക്കാൻ പാടില്ല, അതങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒന്ന് റിട്ടേൺ ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് എന്നെ സോപ്പിട്ട് അത് ഞാൻ റിട്ടേൺ ചെയ്ത് കൊടുത്ത് അതിൻ്റെ പാരിതോഷികമായിട്ട് എനിക്കൊരു പുട്ടൊക്കെ വേവിച്ച് തന്നു. ഇതെന്താ ഇപ്പോൾ ഒരു പുതിയ സെറ്റപ്പ് എന്നാവും നിങ്ങൾ നോക്കുന്നത്. ഈ സെറ്റപ്പിൻ്റെ റിസൾട്ട് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം എന്താ ഏതാന്നൊക്കെ ഉള്ളത്. ഒരു കുഞ്ഞു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കുഞ്ഞു പരിപാടി. അതിൻ്റെ മുന്നോടിയായിട്ട് പുട്ടിയടിയും ഫ്രൂട്ടിഷം വിടലൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ സീരിയലിൻ്റെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഞാൻ തന്നെയാണ് ഓൺ മേക്കപ്പ്. പക്ഷേ അതല്ലായിരുന്നു സെറ്റപ്പ്, ഇത് വേറൊരു സെറ്റപ്പായിരുന്നു. ആ സെറ്റപ്പിന് വേണ്ടി ഒന്ന് റെഡിയായി വന്ന് ആ സെറ്റപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇതെങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ കൊണ്ടിട്ട് വേണ്ടത് എന്തൊരു മഴയായിരുന്നു. നിങ്ങളവിടെയൊക്കെ മഴ പെയ്തോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. വൈകുന്നേരമായപ്പോൾ നല്ലൊരു കിട്ടില്ല മഴ പെയ്തു കഴിഞ്ഞ് വീണ്ടും ചൂടിളകിയിട്ടുണ്ട്. എങ്കിലും മഴ പെയ്തത് കൊണ്ട് ഭയങ്കര വല്ലാത്തൊരു സന്തോഷവും ആശ്വാസവും. എനിക്ക് സത്യം മഴ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. എന്തൊരു മഴയാണെന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് മഴയുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മഴയെല്ലാം പെയ്ത് കഴിഞ്ഞ് കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ മോന്താ നോക്കിയേ, നിറയെ പുട്ടിയടിച്ചതിൻ്റെ ഇതെല്ലാം ഇരിക്കുകയാണ്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. നന്നായിട്ട് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തു എങ്കിലും മോന്തായിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ബാക്കി വിശേഷം നാളെ.